ലോട്ടറി ടിക്കറ്റുകൾ എടുക്കാൻ വേണ്ടി രാഘവേട്ടൻ ചിലവാക്കിയത് 1/2 കോടിയോളം രൂപ. തെറ്റിദ്ധരിക്കണ്ട, ലോട്ടറി അടിച്ചത് 1/2 കോടിയെന്നല്ല ഉദ്ദേശിച്ചത്. ലോട്ടറി ടിക്കറ്റുകൾ എടുക്കാൻ ഇദ്ദേഹം ചിലവാക്കിയത് 1/2 കോടിയോളം രൂപയാണ് എന്ന് തന്നെയാണ് ഉദ്ദേശിച്ചത്. നമ്മളെപ്പോലെ പലരും ലോട്ടറി എടുക്കുന്നത് ഒരു ഭാഗ്യ പരീക്ഷണമായിട്ടാണെങ്കിൽ കരിവെള്ളൂരിന് സമീപം വെള്ളച്ചാലിലെ പി രാഘവന് ഇതൊരു ഹോബിയും ഹരവുമാണ്. കഴിഞ്ഞ 30 വർഷമായി ഇദ്ദേഹം പതിവായി ലോട്ടറി ടിക്കറ്റുകൾ എടുക്കും. ചിലവര് ഷീട്ട് കളിക്കുന്നുണ്ട്. അതുമാതിരി ഈ ലോട്ടറി ടിക്കറ്റ് എനിക്ക് അതിനോടൊരു ഭ്രമം. അതിൽ പൈസ നേടുന്നൊന്നുമില്ലെന്നൊന്നല്ല. 10 ടിക്കറ്റും എടുക്കാത്ത ദിവസമില്ല. സമ്മാനങ്ങൾ അടിച്ചോ ഇല്ലയോ എന്നതൊന്നും ഇദ്ദേഹത്തിനൊരു പ്രശ്നമല്ല. പോരാത്തതിന് താൻ ഇന്നേ വരെ എടുത്തുകൂട്ടിയ ലോട്ടറി ടിക്കറ്റുകൾ ഇദ്ദേഹം സൂക്ഷിച്ചു വെച്ചിട്ടുമുണ്ട്. 1967 തന്റെ 18ാമത്തെ വയസ്സിലാണ് രാഘവേട്ടൻ ആദ്യമായി ഒരു ലോട്ടറി എടുക്കുന്നത്. അന്ന് വല്ലപ്പോഴും മാത്രം എടുത്തിരുന്ന ടിക്കറ്റുകൾ പിന്നീട് ഒരു ഹരമായി മാറി. 1990 ശേഷം മാത്രം രാഘവേട്ടൻ എടുത്ത ടിക്കറ്റുകളുടെ കണക്കെടുത്താൽ അത് 1/2 കോടിയോളം രൂപ വരും. ഒരു ദിവസം മിനിമം 10 ടിക്കറ്റെങ്കിലും ലാഭനഷ്ടം നോക്കാതെ രാഘവേട്ടൻ എടുക്കാറുണ്ട്. തന്റെ ജീവിതത്തിലെ സമ്പാദ്യം മുഴുവൻ ലോട്ടറി ടിക്കറ്റുകൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ചെലവാക്കിയതും. ഒരുപാട് പേർ ഈ ശീലം നിർത്താൻ ഇദ്ദേഹത്തിന് ഉപദേശിച്ചിട്ടും അതൊന്നും രാഘവേട്ടൻ ചെവിക്കൊണ്ടിട്ടില്ല. ആരെന്ത് പറഞ്ഞാലും ഇനിയും ടിക്കറ്റുകൾ എടുക്കാൻ തന്നെയാണ് രാഘവേട്ടന്റെ തീരുമാനം. എന്നാൽ മറ്റുള്ളവർ ഇത്തരത്തിൽ പെരുമാറുന്നത് താൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ലെന്നും ഇദ്ദേഹം പറയുന്നു. അത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഞാൻ അനുകൂലമായി ഞാൻ മറുപടി പറയില്ല. കാരണം പറഞ്ഞാല് നമ്മളും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ കുത്തുപാടെടുത്ത മാതിരിയാണ്. എന്റെ എല്ലാ ഇതും ലോട്ടറി ഉപേക്ഷിച്ചെടുത്തൊരു മുടിഞ്ഞ് കുത്തുപാടെടുത്തതാണ്. ഇനി ഞാൻ പറഞ്ഞില്ലേ 11 ടിക്കറ്റ് എന്റെ കയ്യിലുണ്ട്. സമ്മാനം ലഭിച്ച ടിക്കറ്റുകളും ലഭിക്കാത്ത ടിക്കറ്റുകളും ഒരേ പ്രാധാന്യത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഇദ്ദേഹത്തിന്റെ ഇത്രയും കാലത്തെ സമ്പാദ്യവും ഈ ടിക്കറ്റുകൾ മാത്രമാണ് എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. എന്തായാലും 1/2 കോടിയോളം രൂപയ്ക്ക് ലോട്ടറി ടിക്കറ്റുകൾ എടുത്ത രാഘവേട്ടന്റെ കഥ ഒരു കൗതുകം തന്നെയാണ്. ലോട്ടറി ടിക്കറ്റുകൾ എടുക്കാൻ വേണ്ടി രാഘവേട്ടൻ ചിലവാക്കിയത് 1/2 കോടിയോളം രൂപ. തെറ്റിദ്ധരിക്കണ്ട, ലോട്ടറി അടിച്ചത് 1/2 കോടിയെന്നല്ല ഉദ്ദേശിച്ചത്. ലോട്ടറി ടിക്കറ്റുകൾ എടുക്കാൻ ഇദ്ദേഹം ചിലവാക്കിയത് 1/2 കോടിയോളം രൂപയാണ് എന്ന് തന്നെയാണ് ഉദ്ദേശിച്ചത്. നമ്മളെപ്പോലെ പലരും ലോട്ടറി എടുക്കുന്നത് ഒരു ഭാഗ്യ പരീക്ഷണമായിട്ടാണെങ്കിൽ കരിവെള്ളൂരിന് സമീപം വെള്ളച്ചാലിലെ പി രാഘവന് ഇതൊരു ഹോബിയും ഹരവുമാണ്. കഴിഞ്ഞ 30 വർഷമായി ഇദ്ദേഹം പതിവായി ലോട്ടറി ടിക്കറ്റുകൾ എടുക്കും. ചിലവര് ഷീട്ട് കളിക്കുന്നുണ്ട്. അതുമാതിരി ഈ ലോട്ടറി ടിക്കറ്റ് എനിക്ക് അതിനോടൊരു ഭ്രമം. അതിൽ പൈസ നേടുന്നൊന്നുമില്ലെന്നൊന്നല്ല. 10 ടിക്കറ്റും എടുക്കാത്ത ദിവസമില്ല. സമ്മാനങ്ങൾ അടിച്ചോ ഇല്ലയോ എന്നതൊന്നും ഇദ്ദേഹത്തിനൊരു പ്രശ്നമല്ല. പോരാത്തതിന് താൻ ഇന്നേ വരെ എടുത്തുകൂട്ടിയ ലോട്ടറി ടിക്കറ്റുകൾ ഇദ്ദേഹം സൂക്ഷിച്ചു വെച്ചിട്ടുമുണ്ട്. 1967 തന്റെ 18ാമത്തെ വയസ്സിലാണ് രാഘവേട്ടൻ ആദ്യമായി ഒരു ലോട്ടറി എടുക്കുന്നത്. അന്ന് വല്ലപ്പോഴും മാത്രം എടുത്തിരുന്ന ടിക്കറ്റുകൾ പിന്നീട് ഒരു ഹരമായി മാറി. 1990 ശേഷം മാത്രം രാഘവേട്ടൻ എടുത്ത ടിക്കറ്റുകളുടെ കണക്കെടുത്താൽ അത് 1/2 കോടിയോളം രൂപ വരും.